എടുത്തു കുടിക്കടോ. നിങ്ങളിൽ ഏതവനാണ് അത് ചെയ്തത്? മര്യാദയ്ക്ക് പറഞ്ഞു. ആരാന്നറിഞ്ഞാ നീ എന്തോ ചെയ്യുന്ന? ക്യാൻ എടുത്തെറിഞ്ഞതേ ആണാണോ പെണ്ണാണോ? ഏയ്, നീ അങ്ങോട്ടൊന്ന് മാറടാ. ഞാൻ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ആണാന്നോ പെണ്ണാന്നോ നോക്കട്ടെ. എടാ ചെറ്റ. ഞാൻ എന്റെ കണ്ണടച്ച് തുറക്കും മുമ്പ് അവളെ വിട്ടാ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ പുതപ്പിച്ച് കിടത്തും. എന്താടാ പറഞ്ഞേ? നീ ഞങ്ങളെ കൊല്ലുന്നോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? വാടാ. നിന്റെയൊക്കെ മറ്റവും പറഞ്ഞും കേട്ട് നീയൊക്കെ ചാവാൻ തയ്യാറാണെങ്കിലേ ഞാൻ റെഡിയാ. നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന പെണ്ണില്ലേ, അവള് താലൂക്ദാർ ഫാമിലിയില്ലേ, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏതും ചെയ്യും, അറിയാമോടാ? നിന്നെയൊക്കെ ഇവിടെ കുഴി കുത്തി 70 അടി ആഴത്തിലേക്ക് കുഴിച്ചു മൂടും ഞാൻ. ഇവിടെ നടന്നൊന്നും വീട്ടിലാരും അറിയണ്ട. അറിഞ്ഞാലാകെ പ്രശ്നമാവും. വാ പോവാം. കജിലാമ്മ, മോക്ക് സുഖമാണോ? സുഖം. അതെ, വെരി ഗുഡ്. നിന്നെ കണ്ടപ്പോൾ തന്നെ തോന്നി ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആയിരിക്കുമെന്ന്. കാരണം നീ വളരെ ഹാപ്പി ആണല്ലോ. നിന്റെ ഇത്ര സന്തോഷത്തിനുള്ള കാരണം എന്താ? എന്തെങ്കിലും ഓൾവേസ് ബി ഹാപ്പി ലൈക്ക് ദിസ്. ഓക്കെ ഓക്കെ. ഇവിടെ എന്താ നടന്നതെന്ന് നീ അറിഞ്ഞോ? എന്താ? നിക്ക്, അങ്ങേര് പോട്ടെ. ആ തടിയനില്ലേ, അങ്ങേരാണ് നിന്റെ അച്ഛൻ ഈ മണ്ടൻ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നേ. എന്തോന്ന്? അതെ, കേസ് ഫയൽ ചെയ്യാനുള്ള ഐഡിയ കൊടുത്തത് അങ്ങേരാ. എങ്കി പിന്നെ തടിയുടെ ഒരു പാഠം പഠിപ്പിക്കണല്ലോ. എന്തായാലും പഠിപ്പിക്കണം. ഒരു കാര്യം ചെയ്യ്, ഷൗന്റെ അടുത്തേക്ക് ചെല്ല്. ഇപ്പൊ എന്താണാവോ കാര്യം? തന്നെ ഞാനിത് തനിക്കൊന്നും വേറെ ഒരു പണിയില്ലടോ. ഞങ്ങളുടെ അച്ഛനെ തെറ്റായ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നോ? ഇനി ഇമാതിരി പണി ഒപ്പിച്ചാൽ നിന്റെ തല കാണില്ല. ഞാനാണ് തന്റെ തല വെട്ടാൻ പോകുന്നത്. സീരിയസ് ആയിട്ട് വല്ലതും പറയാണോ? ആണെന്നാ തോന്നുന്നത്. അഡ്വൈസർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അഡ്വൈസ് കൊടുത്തേ ഉള്ളൂ. അതെ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. മിണ്ടരുത്, പന്ന കിളവന്മാര്.
നിങ്ങൾ കൊടുത്തത് അഡ്വൈസ് അല്ല, നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ് കൊടുത്തത്. ഇങ്ങോട്ട് വാടാ, ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എത്രയ്ക്ക് ചങ്കുറപ്പോട്ട് നോക്കട്ടെ. ഇനിയന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പീസ് പീസാക്കി വെട്ടിക്കളയാം. വെട്ടി അരിഞ്ഞു കളയും ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് ബാർബിക്യൂ ചെയ്യും. എന്നിട്ട് ഈ കാട്ടിലുള്ള കുറുക്കന്മാർക്ക് എറിഞ്ഞു കൊടുക്കും. എന്തിനാ ഇങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഞങ്ങൾ വെറും അഡ്വൈസേഴ്സാ. അതിനിടയ്ക്ക് വെറുതെ 1-2 അഡ്വൈസ് ഒക്കെ കൊടുക്കും. അത് വേണോ വേണ്ട എന്ന് അവരാ തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ. മിണ്ടി പോരുത്. മിണ്ടെ ഞാൻ കുത്തി മലർത്തും. അല്ലല്ല, നിങ്ങൾ വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ നല്ലൊരു അഡ്വൈസ് തരാം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്താ ഇത് വെറുതെ കത്തി കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കാതെ? അതായത് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അത് മാത്രമല്ല, രണ്ട് കുടുംബത്തിലുള്ളവരും വളരെ സ്നേഹത്തോടെ ഇരിക്കുകയും ചെയ്യും, അല്ലേ? അവര് പിന്നെ പേരക്കുട്ടികളോടൊപ്പം കളിച്ചോണ്ടിരിക്കും. പിന്നെ കോർട്ടിനും കേസിനും ഒന്നും പോകത്തില്ലെന്നേ. വയ്യാവേലികളൊന്നും കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഒന്ന് നോക്കിക്കേ. അങ്ങനെ തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും നിനക്ക് അവളെ കാണണമെങ്കിലേ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വാ. അവൾ നിന്നെ റിജക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കണക്കിന് നോക്കിയാ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാ. നിങ്ങൾക്കാർക്കും നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരുന്നൂടെ? അത് എനിക്കതാ മനസ്സിലാവാത്തത്. ഏത് സമയത്തും വഴക്കിടുന്ന അവളെ ഞാനെന്തിനെങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ അവളുടെ മുന്നിൽ വീണുപോയോ? എന്നാലേ പോയ അവളെ കണ്ടിട്ട് വാ. ഞങ്ങളും കൂടി വരണോ? ടോയ്ലറ്റിനും റൊമാൻസിനും രണ്ടിടത്തും ഒറ്റയ്ക്കേ ഒരാൾ പോകാവൂ. എന്നാ ഞാൻ പോവാ. നിങ്ങൾ ആരും എന്റെ കൂടെ വരണ്ട. ഞാനിപ്പോ തനിച്ചു പോയി അവളെ കണ്ടോളാം.